ഉസ്താദ് കത്തിച്ചാൽ കത്തുകയില്ല എന്ന് ജിഷാനോട് പറഞ്ഞത് എന്താണ്? പരിശോധന നടത്തിയപ്പോ എനിക്ക് ഉസ്താദ് കത്തിച്ച് പരിശോധിച്ച് മാനദണ്ഡം സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോ അപ്പോ എ പി ഉസ്താദ് അങ്ങനെയാണെങ്കിൽ ഹുക്കുമ് ഞാൻ യോജിക്കില്ല. എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല. എ പി ഉസ്താദ് കത്തിച്ച് പരിശോധിച്ച് മാനദണ്ഡം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് എ പി ഉസ്താദ് ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് അവര് പറഞ്ഞ് കത്തുകയില്ല. ഇനി മോനെ ആ ജിഷാനോട് പറഞ്ഞ് മാത്രമൊന്നുമില്ല. എനിക്ക് ബാക്കി കേൾക്കണോ? ഒരു മിനിറ്റ് അവിടുന്ന് ചോദിച്ചില്ല. അങ്ങനെ എല്ലാരും ചോദിച്ചാലോ? അപ്പൊ ഈ നടന്ന ചർച്ചയിൽ ഇപ്പൊ ഒരു ചോദ്യം അവിടെ തിരിച്ചു ചോദിച്ചു, കത്തോ കത്തൂല എന്നുള്ളത്. അതിന് മറുപടി യെസ് ഓർ നോ മജീദ് പറഞ്ഞെങ്കിൽ മാത്രമേ മജീദിന് അവസരമുള്ളൂ. അത് ഇത് അനന്തമായ ഇത് ആദർശപരം. അതെനിക്ക് പറയാൻ പറ്റുമോ? കത്തോ കത്തൂല അതൊന്ന് പറയും. അത് പറയുകയാണെങ്കിൽ ബാക്കി ചോദിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിനും സാധ്യത ഉണ്ട്. തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷാർ മുബാറക്ക് കഴിയുകയില്ല, സാധ്യതയില്ല. ശരീരത്തിന്റെ ആടുപടിയായിരിക്കുന്നു. ഇതിനെതിരെയാണ് നിങ്ങൾ ആദർശം ഉന്നയിക്കണം. കേട്ടോ? ഈ ഭാഗത്ത് പഠിക്ക്. ഓഡിയൻസ് ഇടപെടരുത്. ഇതാ ഞങ്ങളെ പരിപാടി മുതലായി ഇത് സംഘടിപ്പിച്ച മുഴുവൻ പ്രവർത്തകർക്കും അല്ലാഹു ബദരീങ്ങളുടെ കൂടെ സ്വർഗം നൽകട്ടെ. സദസ്സിരിക്കണം, സദസ്സിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഇരുന്നാലേ ബാക്കി നടക്കൂ. ബാക്കി നടക്കണമെങ്കിൽ ഇരിക്കണം. ഇങ്ങനത്തെ പൊട്ടന്മാർ വരലാണ് നമ്മുടെ ആവശ്യം. 2 ദിവസം ഓന്റെ വാട്സപ്പിൽ ചോദിക്കണ്, ഞാൻ വരണുണ്ട്, വലിയ പോത്താണ്ടി പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് പറയാണ് റസൂലുള്ളാഹിന്റെ ഷെയർ കത്താനും കത്താതിരിക്കാനും സാധ്യത. ഇലക്ട്രിക് കേരള ഗവൺമെന്റിന്റെ കറണ്ട് റസൂലുള്ളാഹിന്റെ കാര്യം പൊട്ടത്തരം പറയുന്നു കേട്ടോ.